എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCRTയുടെ 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗത്തു നിന്നും അവസാനത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്, സുരക്ഷിത ഭക്ഷണം, ചാപ്റ്റർ 10. അപ്പോൾ നമുക്കിവിടെ തുടങ്ങാം. ഇതിനു മുന്നേയുള്ള 9 ചാപ്റ്ററുകൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു നോക്കുക. ആദ്യമായിട്ട് ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. ആരോഗ്യകരമായ വളർച്ചയ്ക്ക്, അതുപോലെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കാൻ, പിന്നെ രോഗപ്രതിരോധ ശേഷി ലഭിക്കാൻ. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയ ആഹാരമാണ് സമീകൃത ആഹാരം, ബാലൻസിങ് ഡയറ്റ്. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലൊരു ഫുഡ് പ്ലേറ്റ് ഒക്കെ പഠിച്ചിരുന്നു. മുളപ്പിച്ച ധാന്യങ്ങൾ, അതുപോലെ പച്ചക്കറികൾ, പഴങ്ങൾ, ചോറ്, അങ്ങനെ ചോറിൻ്റെ അളവ് കുറച്ചുകൊണ്ട് മറ്റ് വസ്തുക്കൾ കൂട്ടിയും, അതുപോലെ പാനീയങ്ങൾ, നല്ല പാനീയങ്ങളായ പാൽ, അതുപോലെ പ്രോട്ടീൻ റിച്ചായ മുട്ട, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ലഭിക്കുന്ന ആഹാരമാണ് സമീകൃത ആഹാരം. അടുത്തതായിട്ട് മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ മാർക്കറ്റിലെത്തുന്ന മത്സ്യത്തിലൊക്കെ ഒരുപാട് മായം കലർന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ മത്സ്യ അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഓപ്പറേഷൻ മത്സ്യമൊക്കെ നമ്മൾ മായം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു കേരള സർക്കാർ ഇറക്കിയ ഒരു ഓപ്പറേഷനായിരുന്നു. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാകുന്ന മത്സ്യം തിരഞ്ഞെടുക്കണം. എന്നാൽ അങ്ങനെ ആകാത്ത മത്സ്യം തിരഞ്ഞെടുക്കാൻ പാടില്ല. അടുത്തതായിട്ട് പുറംതൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതും നല്ല മത്സ്യമാണ്. എന്നാൽ മാംസം അസ്ഥിയിൽ നിന്ന് വിട്ടുപോകുന്നത് കൊള്ളില്ലാത്ത മത്സ്യമാണ്. അടുത്തതായിട്ട് ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്ക് നിറമുള്ളതും നല്ല മത്സ്യത്തിന് ഉദാഹരണമാണ്. ചാരനിറമോ നേർത്ത പച്ച നിറമോ ആയ ചെകിളപ്പൂക്കളുള്ളത് ഒഴിവാക്കണം. കണ്ണുകൾ യഥാസ്ഥാനത്തുള്ളതും സ്വാഭാവിക നിറമുള്ളതും തിരഞ്ഞെടുക്കണം. എന്നാൽ കുഴിഞ്ഞ കണ്ണുള്ളത് തിരഞ്ഞെടുക്കാൻ പാടില്ല. അടുത്തതായി ദുർഗന്ധം നോക്കിയിട്ട് ദുർഗന്ധമുള്ളതും ഇല്ലാത്തതുമായി നമുക്ക് മത്സ്യം തിരഞ്ഞെടുക്കാം. അടുത്തതായി കടകളിൽ നിന്ന് പാലോ പാലുൽപ്പന്നങ്ങളോ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കവറിൽ ലോഗോ ഉള്ള പാൽ വേണം തിരഞ്ഞെടുക്കാൻ. നിറമാറ്റമില്ലാത്ത പാൽ, അതുപോലെ പാക്ക് ചെയ്ത തീയതിയും കാലാവധിയും കവറിൽ അടയാളപ്പെടുത്തിയത്. ലഭ്യമാകുന്ന സ്രോതസ്സിൻ്റെ ഗുണനിലവാരം, ചീസ്, പനീർ എന്നിവ പാക്ക് ചെയ്തതും സീലുള്ളതും. അപ്പം ഇതിൻ്റെയൊക്കെ നമുക്ക് പാല്, അതുപോലെ ചീസ്, പനീർ, ഇതൊക്കെ കൂടുതലായിട്ട് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ നമ്മൾ കാലാവധി, അതുപോലെ ഗുണനിലവാരമൊക്കെ നോക്കി വേണം വാങ്ങാനായിട്ട്. അടുത്തതായി മായം ചേർക്കൽ. എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത്? ആഹാരവസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വിലക്കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ അഥവാ അഡൾട്ടറേഷൻ. അപ്പോൾ അഡൾട്ടറേഷൻ എന്നാണ് ആ ഒരു പ്രോസസ്സിന് പറയുന്നത്. അപ്പോൾ കച്ചവട ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് വിലക്കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തി അവർ മാർക്കറ്റ് ചെയ്യുന്നു. ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കലാണ്. അപ്പോൾ ഇങ്ങനെ നിറങ്ങൾ, സിന്തറ്റിക്കായുള്ള നിറങ്ങൾ ചേർക്കുന്നത് മായം ചേർക്കലാണ്. ശർക്കരയിൽ നിറത്തിനായി ചേർക്കുന്ന തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആണ് റോഡോമിൻ ബി. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ SCRTയിൽ വന്നൊരു പോയിൻ്റാണ് റോഡോമിൻ ബി എന്നത്. ശർക്കരയിൽ ചേർക്കുന്ന മായമെന്ന് വൺ വേർഡായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. റോഡോമിൻ ബി എന്നാണ് ആ സിന്തറ്റിക് ഡൈൻ്റെ പേര്. റോഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്താണ്? ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ക്യാൻസറിന് കാരണമാകുന്ന ഒരു രാസവസ്തുവാണ് റോഡോമിൻ ബി. തേനിൽ ചേർക്കുന്ന മായമാണ് ശർക്കര ലായനി അല്ലെങ്കിൽ പഞ്ചസാര ലായനി. അപ്പോൾ നല്ല ഗുണമുള്ള ഒരു ഭക്ഷ്യപദാർത്ഥമാണ് തേൻ. അത് നമ്മൾ വിശ്വസിച്ച് വാങ്ങുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് ഷുഗറിനൊക്കെ കാരണമാകുന്ന പഞ്ചസാര ലായനിയാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഒരു മായം തന്നെയാണ്. അടുത്തതായിട്ട് തേന് എങ്ങനെയാണ് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള മാർഗ്ഗമാണ്. കോട്ടൺ തിരി തേനിൽ മുക്കി കത്തിക്കുമ്പോൾ നന്നായി കത്തുന്നുണ്ടെങ്കിൽ നല്ല തേനാണ്. എന്നാൽ അത് പൊട്ടലും ചീറ്റലും ഉണ്ടാക്കി കത്തുന്നതാണെങ്കിൽ മായം കലർന്ന തേനാണ്. വെള്ളത്തിൽ ഒഴിച്ചാൽ നേരെ താഴേക്ക് പോകുന്ന തേനാണ് ശുദ്ധമായ തേൻ. എന്നാൽ വെള്ളത്തിൽ ലയിക്കുന്ന തേനാണ് മായം കലർന്ന തേൻ. അപ്പോൾ വെള്ളത്തിനെ കഴിഞ്ഞും വിസ്കോസിറ്റിയൊക്കെ തേനിന് വളരെ കുറവാണ്. അപ്പോൾ വെള്ളത്തിലും നല്ലവണ്ണം ലയിക്കില്ല, നമുക്കറിയാം. അപ്പോൾ വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകുന്ന തേനാണ് ശുദ്ധമായ തേൻ. അടുത്തതായി മഞ്ഞൾപ്പൊടി എങ്ങനെ നല്ല മഞ്ഞൾപ്പൊടി കണ്ടെത്താം? ജലത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വിതറുമ്പോൾ നിറം താഴേക്ക് പടരുന്നത് കൃത്രിമ നിറം ചേർത്ത മഞ്ഞൾപ്പൊടിയാണ്.
എന്നാൽ നിറമിളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയുന്നതാണ് മായം ചേർക്കാത്ത മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി അടക്കം നിറമിളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയുന്നതാണ് നല്ല മഞ്ഞൾപ്പൊടി. 30 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുമ്പോൾ മുഴുവനും കട്ടിയാകുന്ന വെളിച്ചെണ്ണയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ. ഫ്രീസറിൽ വയ്ക്കുമ്പോൾ മുഴുവനും കട്ടിയാകാതെ കുറച്ച് ഭാഗം ദ്രാവക രൂപത്തിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ മറ്റേതെങ്കിലും എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഈ ഒരു ടെസ്റ്റിലൂടെയാണ് നല്ല വെളിച്ചെണ്ണയാണോ എന്ന് കണ്ടെത്തുന്നത്. സ്പൂണിലെടുത്ത് കത്തിക്കുമ്പോൾ കർപ്പൂരം പോലെ നന്നായി കത്തുന്ന കായമാണ് ശുദ്ധമായ കായം. അപ്പോൾ നല്ല കായം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷണമാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്പൂണിലെടുത്ത് കത്തിച്ച് നോക്കുക, അന്നേരം നന്നായി കത്തുന്നുണ്ടെങ്കിൽ ശുദ്ധമാണ് ആ കായം. ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗം ഘനീഭവിക്കുന്നതിനും അലിഞ്ഞു പോകാതിരിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്ന രാസവസ്തുവാണ് അമോണിയം ക്ലോറൈഡ്. അപ്പോൾ നമ്മൾ ഐസ് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് ദൂരേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ അവിടെ നിൽക്കാൻ വേണ്ടി വെള്ളം വേഗം ഐസായി കിട്ടണം, അതുപോലെ അലിഞ്ഞു പോകാതിരിക്കണം, പിന്നെ താഴ്ന്ന താപനില നിലനിർത്തണം. അതിനൊക്കെ ആയിട്ട് അമോണിയം ക്ലോറൈഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. അമോണിയം ക്ലോറൈഡ് അവിടെ ഒരു മായമായിട്ട് കാണാം. അമോണിയം ക്ലോറൈഡ് മനുഷ്യ ശരീരത്തിന് ദോഷകരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അമോണിയം ക്ലോറൈഡ് പറഞ്ഞു, അതുപോലെ റോഡോമിൻ ബിയും പറഞ്ഞു. അപ്പോൾ ഇതാണ് മായങ്ങൾ, 2 ഇമ്പോർട്ടൻ്റ് ആയ സിന്തറ്റിക് ആയുള്ള മായങ്ങൾ. അടുത്തതായി ഭക്ഷ്യവസ്തുവും മായം ചേർക്കുന്ന വസ്തുവും. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് കുരുമുളകിൽ ഉണങ്ങിയ പപ്പായക്കുരു മിനറൽ ഓയിൽ കോട്ടിങ്. അപ്പോൾ ഉണങ്ങിയ പപ്പായക്കുരുവിന് മിനറൽ ഓയിൽ കോട്ടിങ് കൊടുത്തിട്ട് കുരുമുളകിൽ ചേർക്കുന്നു. അപ്പോൾ അതിനായിട്ട് സാദൃശ്യമുണ്ടാകുന്നു, വെയിറ്റും കൂടുതൽ കിട്ടുന്നു. അടുത്തതായി കേസരി പരിപ്പ് പരിപ്പിൽ ചേർക്കുന്ന മായമാണ്. കേസരി പരിപ്പ് ഹൃദയസ്തംഭനം വരെ എത്താനുള്ള ഒരു ദോഷകരമായ ഒരു വസ്തുവാണ് കേസരി പരിപ്പ്. അത് സാധാരണ പരിപ്പിൽ ചേർക്കുന്നു, എന്നിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അടുത്തതായി മുളക് പൊടി, ഇഷ്ടികപ്പൊടിയാണ് മുളക് പൊടിയിൽ ചേർക്കുന്നത്. അതിന് മുന്നേ പാലുണ്ട്, പാലിൽ ജലവും സ്റ്റാർച്ച് അഥവാ അന്നജം. അപ്പോൾ നല്ല കൊഴുപ്പ് കൂടിയ പാലിൽ നമ്മൾ നെയ്യൊക്കെ വേർതിരിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ കട്ടി കുറയുമ്പോൾ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നു, എന്നിട്ട് വിൽപ്പന നടത്തുന്നു. അതുപോലെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ജലവും ഉപയോഗിക്കുന്നു. അടുത്തതായി പഞ്ചസാരയിൽ ചോക്ക് പൗഡർ, റവ, നേർത്ത മണൽ. അപ്പോൾ ഇതൊക്കെ അതിനോട് സാദൃശ്യമുള്ള വസ്തുക്കളാണ്. ഇതൊക്കെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. തേയിലയിൽ കൃത്രിമ ചായം ചേർക്കുന്നതിലൂടെ ആ ഒരു കളറ് കിട്ടുന്നു. അടുത്തതായി പ്രിസർവേറ്റീവുകൾ. എന്താണ് പ്രിസർവേറ്റീവുകൾ? ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കുന്ന വസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ. ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നതിന് എന്താണ് കാരണം? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ നടത്തുന്ന വിഘടന പ്രവർത്തനം. അപ്പോൾ ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും പ്രവർത്തനമാണ് ഈ കേടുവരുന്നതിന് കാരണം. സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യങ്ങൾ: വളരെ ഉയർന്ന താപനില, വളരെ താഴ്ന്ന താപനില, ഈർപ്പം തീരെ ഇല്ലാത്ത അവസ്ഥ, വായു കടക്കാതെ പാക്ക് ചെയ്ത ആഹാര പദാർത്ഥങ്ങൾ. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ സന്ദർഭങ്ങളിലൊന്നും തന്നെ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ സവിശേഷതകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു പ്രിസർവേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഭക്ഷ്യസാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ: ഉപ്പ് ലായനിയിൽ സൂക്ഷിക്കുന്നു, ഉദാഹരണം നെല്ലിക്ക, മാങ്ങ, നാരങ്ങ. പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുന്നു, ചെറി, പൈനാപ്പിൾ, നെല്ലിക്ക. ഉണക്കി സൂക്ഷിക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു താപനില കൊടുത്തു കഴിഞ്ഞാൽ സൂക്ഷ്മജീവികൾ വളരില്ല. അപ്പോൾ ഉണക്കി സൂക്ഷിക്കുന്നതിന് ഉദാഹരണങ്ങളാണ് അരി, ഗോതമ്പ്, പയറ്, മുളക്. കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുന്നു, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ പാല്, പച്ചക്കറികൾ, മത്സ്യം, മാംസം. വായു നിബന്ധമായി അടച്ച് സൂക്ഷിക്കുന്നു, ബിസ്ക്കറ്റ്, ചിപ്സ്, മാവ്. അപ്പോൾ വായു ഇല്ലാത്തപ്പോൾ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുന്നില്ല, നല്ല വൃത്തിയോടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു. അടുത്തതായി ഉപ്പ് ലായനി അല്ലെങ്കിൽ പഞ്ചസാര ലായനി എന്നിവയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപ്പ് ലായനിയും പഞ്ചസാര ലായനിയൊക്കെ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് അതിന് കാരണം? ഉപ്പിലിട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ പഞ്ചസാര ലായനിയിലിട്ട് വയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളിലെയും അവയോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലെയും ജലാംശം ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര ലായനിയിലേക്ക് വരുന്നു. അപ്പോൾ ആ ജലാംശം കളയുന്നതിലൂടെയാണ് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഉപ്പും പഞ്ചസാരയൊക്കെ ജലാംശം പൂർണ്ണമായും വലിച്ചെടുക്കുന്നു. സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുമ്പോൾ അവ നശിക്കുന്നു. അപ്പോൾ അങ്ങനെ
സൂക്ഷ്മജീവികളെ അവിടെ നശിപ്പിക്കുന്നു. നമ്മൾ ഒരു മാങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ മാങ്ങയിലെ ജലാംശം മുഴുവൻ വലിച്ചെടുക്കുന്നു. അതുപോലെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള സൂക്ഷ്മജീവികളുടെയൊക്കെ കോശങ്ങളിലെ ജലാംശവും മൊത്തം അബ്സോർബ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര നമുക്ക് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച കണ്ണിമാങ്ങ ചുരുങ്ങുന്നതിന് എന്താണ് കാരണം? കണ്ണിമാങ്ങയിലെ ജലം ഉപ്പ് വലിച്ചെടുക്കുന്നു. റെഫ്രിജറേറ്ററിൽ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാൻ കാരണം? താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ താഴ്ന്ന താപനിലയിൽ പ്രവർത്തിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം. പൊട്ടിച്ച പാക്കറ്റിലെ ബ്രെഡ് വളരെ വേഗത്തിൽ കേടാകുന്നു. എന്താണ് കാരണം? പൂപ്പലിന് കാരണമായ രേണുക്കൾ വായുവിൽ കൂടി ബ്രെഡിൽ കടന്നുകൂടുന്നു. അപ്പോൾ ഫംഗസാണ് പൂപ്പലിന് കാരണം. ബ്രെഡ് ഫംഗസിന് കാരണമായ രേണുക്കൾ വായുവിൽ കൂടി വേഗം ബ്രെഡിലെത്തുന്നു. അടുത്തതായിട്ട് പാസ്ചറൈസേഷൻ. എന്താണ് പാസ്ചറൈസേഷൻ എന്നാണ് പറയുന്നത്. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. ലൂയി പാസ്ചറാണ് ഇത് കണ്ടെത്തിയത്. ഫ്രാൻസുകാരനായ ശാസ്ത്രജ്ഞൻ ലൂയി പാസ്ചർ 1822 മുതൽ 1895 വരെയായിരുന്നു കാലഘട്ടം. അദ്ദേഹം കണ്ടെത്തിയത് കൊണ്ട് തന്നെ ആദരസൂചകമായിട്ട് പാസ്ചറൈസേഷൻ എന്ന പേര് നൽകി. ദ്രാവക അവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള രീതിയാണ് പാസ്ചറൈസേഷൻ. അപ്പോൾ പാല് മാത്രമല്ല, മറ്റ് ദ്രാവകാവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കൂടി നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും. പാസ്ചറൈസേഷൻ എന്ന രീതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്ചർ, ഫ്രാൻസ്. പാലിൻ്റെ പാസ്ചറൈസേഷൻ എങ്ങനെയാണ്? 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിൽ വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. 10 ഡിഗ്രി സെൽഷ്യസ് വരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. പെട്ടെന്നുള്ള താപവ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ കോശസ്തരത്തിലെ ജലാംശം ഇല്ലാതാവുന്നു. അങ്ങനെ അവർ നശിച്ചു പോകുന്നു. അങ്ങനെ പാലിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്നു. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറൊക്കെ നോക്കി വെക്കാം. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയിട്ട് 10 ഡിഗ്രി സെൽഷ്യസ് വരെ പെട്ടെന്ന് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശുചിത്വം ഉറപ്പുവരുത്താൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം നല്ല ശുചിത്വമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കഴിക്കണം. ഒന്നെങ്കിൽ കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉറവിടം, നമ്മൾ പാചകത്തിന് വേണ്ടി വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നിന്നായിരിക്കണം. വാങ്ങിയ ശേഷമുള്ള സൂക്ഷിച്ചു വെക്കൽ. നമ്മളെങ്ങനെയാണോ സൂക്ഷിക്കുന്നത്, ഇനി കീടനാശിനി അടിച്ച പച്ചക്കറി ആണെങ്കിൽ നമ്മളത് ഉപ്പുവെള്ളത്തിൽ അതുപോലെ വിനാഗിരിയിലൊക്കെ ഇട്ട് കഴുകി സൂക്ഷിക്കുന്നു. അതിൽ നമ്മളൊരു ശുചിത്വം ഉണ്ടായിരിക്കണം. അതുപോലെ പാചകം ചെയ്യുന്നതിൽ, പിന്നെ ആഹാരം കഴിക്കുന്നതിലും ശുചിത്വം ഉണ്ടായിരിക്കണം. ബാക്കിയുള്ളവ സൂക്ഷിച്ച് വെക്കാൻ ഈച്ച, കൊതുക് അങ്ങനെ പ്രാണികളൊന്നും കയറാതെ അടച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഭക്ഷണം ആരോഗ്യകരമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന പരിസരം. നമ്മൾ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വേണം ഭക്ഷ്യവസ്തുക്കൾ വെക്കാനായിട്ട്. അതുപോലെ താപനില, പിന്നെ പാചകം ചെയ്യുന്ന രീതി. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാം. അടുത്തതായി, ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏജൻസിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI. നമ്മൾ ഏതൊരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാലും പാക്കറ്റായിട്ടുള്ള ഏത് ബിസ്ക്കറ്റ്, അതുപോലെ പാല്, അതിലൊക്കെ നമുക്ക് ഈ ഒരു ചിഹ്നം കാണാൻ പറ്റും, സ്വായി എന്ന് പറഞ്ഞിട്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സീല് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഗുണനിലവാരം നൽകുന്ന ഏജൻസിയാണ് അത്. അടുത്തതായിട്ട് അക്മാർക്ക്. എന്താണ് അക്മാർക്ക്? ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെയും ഭാഗികമായി സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്രയാണ് അക്മാർക്ക്. അപ്പോൾ അക്മാർക്കിൻ്റെ ഒരു ഡയഗ്രം ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്മാർക്ക് എന്നൊരു സീല്. അപ്പോൾ ആ ഒരു സീല് നൽകുന്നത് ഗുണനിലവാരത്തിന് നമുക്ക് ഒരു പാക്കറ്റ് നമുക്ക് കിട്ടുമ്പോൾ അക്മാർക്കിൻ്റെ ഒരു സീലുണ്ടെങ്കിൽ അത് ഗുണനിലവാരമുള്ള ഒരു മുദ്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളിലുമാണ്, അതുപോലെ ഭാഗികമായി സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളിലും. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഭാഗികമായി സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ. അക്മാർക്ക് എന്ന മുദ്ര. അപ്പം FSSAIയുടെ പൂർണ്ണരൂപം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അക്മാർക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പാസ്ചറൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റോഡോമിൻ ബിയും അതുപോലെ അമോണിയം ക്ലോറൈഡും, ആ 2
മായങ്ങളുടെ പേരുകൾ, പിന്നെ ആ ഒരു ടേബിൾ, ഭക്ഷ്യവസ്തുവും മായവും. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയത് മായം ചേർക്കലിൻ്റെ അതുപോലെ പ്രിസർവേറ്റീവുകളുടെയൊക്കെ ഒരു ഡെഫിനിഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അവസാനത്തെ ചാപ്റ്ററും കഴിഞ്ഞു. അപ്പോൾ 7ാം ക്ലാസ്സിലെ സയൻസ് പൂർണ്ണമായി. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.